ഹലോ, വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. കുറേ ദിവസമായി കണ്ടിട്ടല്ലേ. നമ്മളെന്നാ അഞ്ജലിയുടെ മാറ്റ് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ ബ്ലോക്ക് ചെയ്യില്ല, എന്തായാലും അവിടെ കിടക്കട്ടെ, റിപ്ലൈ കൊടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു കേട്ടോ. ബിക്കോസ് ഞാൻ എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഈ കമൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളല്ല. പല ജോലികളുണ്ടല്ലോ, അതിനിടയ്ക്ക് അവർ കള്ളം പറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവർ ഇട്ടിരുന്ന കള്ളം ഇങ്ങനെയാണ്, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അവരുടെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നു, തോറ്റുപോയിട്ട് ഡിലീറ്റ് ചെയ്യുന്നു എന്ന്. ഒരു സിംഗിൾ വേർഡ് പോലും അവരിട്ടത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. ചെയ്തുവെങ്കിൽ ചെയ്തു എന്ന് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചെയ്യാതെ അങ്ങനെ പറയുമ്പം അങ്ങനെ കല്ല് വെച്ചൊന്നുകൂടാന്നൊക്കെ പറയില്ല, അതുപോലെ അത് പറയാൻ മടിയില്ലാത്ത ഒരാളെ എൻ്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മളൊക്കെ ഓരോ ജോലികളുമായിട്ട് നടക്കുന്നതാണ്. ഇതിൻ്റെ പുറകെ റിപ്ലൈയും കൊടുത്തുകൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഞാൻ അപ്പോൾ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളോട് പറയാമെന്ന് കരുതി. പിന്നെ ഇന്നത്തെ വിഷയം അതല്ല. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് കേട്ട ദിവസമാണ് ഇന്ന്. ഒരു സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് അമ്മയായിട്ടൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെല്ലാ പിള്ളേരുടെയും കാര്യം ചോദിക്കുമല്ലോ, എല്ലാ അടുത്തുള്ള കുട്ടികളുടെയൊക്കെ കാര്യം എങ്ങനെയുണ്ട്, സ്കൂളിലാണ്, എങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിച്ചു വന്ന വഴിക്ക് ഒരു കുട്ടിയെ പറ്റിയിട്ട് ഞാൻ ചോദിച്ചു. അപ്പം നല്ല പരിചയമുള്ള, നല്ല ഒരു പാവക്കുട്ടി പോലെ ഓടിച്ചാടി നടക്കുന്ന ഒരു ചെറിയൊരു വലിപ്പമൊന്നും അധികം ഇല്ലാത്തൊരു പെൺകുട്ടി, 14 വയസ്സോ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇനി 10th എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ മാസം. ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും 14 വയസ്സെന്ന് പറയുമ്പോൾ അതിനെ കണ്ടാലും അങ്ങനെ ഒരു വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു പാവക്കുട്ടി പോലെ നടക്കുന്ന ഒരു കുട്ടി. ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു. ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ന്യൂസിലും കാര്യങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്ര അടുത്തറിയുന്ന ആളുകൾക്ക് സംഭവിച്ചു കഴിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ചുറ്റുപാട് ന്യൂസിലൊക്കെ കേൾക്കുമ്പോഴും ഭീകരമാണെങ്കിൽ തന്നെ ഇതിങ്ങനെ കേട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എനിക്ക്. കാര്യം പ്രായം അത്രയേ ഉള്ളൂ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂടെയുള്ള കുട്ടികൾ തുള്ളിച്ചാടി കളിച്ച് സ്കൂളിലും പോയി പഠനം തുടരുമ്പോൾ ഈ കുട്ടി അതിൻ്റെ കുട്ടിയുമായിട്ട് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഇവരറിഞ്ഞില്ല, അത്ര ഒരു 6 മന്തോ 5 മന്തോ വരെയൊക്കെ അറിഞ്ഞില്ല എന്ന് പറയുന്നു. അറിയില്ല അതിനെ പറ്റിയിട്ട്. വീട്ടിലുള്ളവരെങ്ങനെ അറിയാതിരിക്കും, അതൊന്നും നമുക്കറിയില്ലല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഡെലിവറി നടത്തേണ്ട ഒരവസ്ഥ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ ആദ്യമൊക്കെ അറിഞ്ഞെങ്കിൽ അബോട്ട് ചെയ്യുക, കുട്ടിയുടെ ഭാവിയല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ. അപ്പോൾ അതിനൊന്നും സാധിക്കാതെ ആ ഒരു ചെറിയ പ്രായത്തിൽ, 14 വയസ്സിൽ അതൊരമ്മയായേക്കാണ്. അപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് എറിഞ്ഞു കൊല്ലുന്നതായിട്ടും പ്രഗ്നൻ്റ് ആയിട്ട് ഓരോ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പം ഇങ്ങനെ ഇത്ര ചെറിയ കുട്ടികൾക്കൊക്കെ വന്നു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു ലൈഫേ പോയില്ലേ, ഇനി അതിൻ്റെ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും? സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളോട് അതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി. എൻ്റെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു ജോലിക്ക് പോയിട്ടും വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പോൾ ഒരാങ്ങളയുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ, അതൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടും മൊത്തത്തിൽ താളം തെറ്റിയ ഒരവസ്ഥയാവില്ലേ അവരുടെ ലൈഫ്. ഇപ്പോഴത്തെ കുട്ടികളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: എൻ്റെ ശരീരം, എൻ്റെ വസ്ത്രം, എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ഉപദേശിക്കാൻ പോലും പറ്റില്ല. പല സ്ഥലങ്ങളിലും വെച്ചിട്ട് ആളുകൾ വേറെ ഏതോ ഒരു ബോയുമായിട്ട് ഇവരെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതുകൊണ്ടായിരിക്കും ആളുകൾ ഉപദേശിക്കാൻ നിൽക്കാറില്ല. ഉപദേശിച്ചാൽ തന്നെ അവർ അംഗീകരിക്കാറുമില്ല, പറയാറുമില്ല. പക്ഷെ ഫൈനലി ഒരു പ്രോബ്ലം വന്നു കഴിയുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് ആ വീട്ടുകാർ മാത്രമാണ്. ഇതിനൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു സ്കൂളുകളിൽ നന്നായിട്ട് ഇതിനെതിരെ നന്നായിട്ട് ബോധവൽക്കരണം കൊടുക്കേണ്ട ഒരുപാട് സിലബസ് പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പഠിപ്പിച്ച് പിള്ളേരെ തലയ്ക്കകത്ത് കയറ്റി വെക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ കഴിഞ്ഞുമൊക്കെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നു മെൻ്റൽ സ്ട്രെങ്ത് ആണ്, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധിയാണെന്ന് തോന്നുന്നു. ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ടെക്നോളജി, കുട്ടികൾ ഇന്ന് അഡ്വാൻസ്ഡ് ആണ്, നല്ല വിവരമുള്ളവരാണ്, അവർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പണ്ടത്തെ കുട്ടികളെ പോലെ അല്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് തിരിച്ചറിവ് ഉണ്ടാകാതെ പോകുന്നത്?
ഇപ്പോൾ വേറൊരു ലേഡി ഫ്ലാറ്റിൽ നിന്ന് കുട്ടിയെ എറിഞ്ഞു കൊന്ന ഒരു വിഷയത്തിൽ മറുനാടൻ ചാനലിലും ഒക്കെ കണ്ടു, അവർക്കെതിരെ ന്യൂസ് കൊടുക്കരുത്, അങ്ങോട്ട് പോകരുത്, അവരുടെ അവസ്ഥ വളരെ മോശമാണ്, നല്ല ന്യൂസിന് ഹൈപ്പ് കിട്ടാൻ വേണ്ടി ആളുകൾ പോകുന്നു എന്നൊക്കെ പറയുന്നു. അവരെ ജസ്റ്റ് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുമ്പോഴും ഇത് എന്തുകൊണ്ടാണ് അവർക്ക് എല്ലാത്തിനെയും പറ്റി അറിയാവുന്ന ഈ ഒരു തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് ഇത് തെറ്റാണെന്ന് തോന്നാത്തത്? അല്ലെങ്കിൽ ആക്സിഡൻ്റലി സംഭവിച്ചു പോയി അബോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു എങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ആ കുഞ്ഞിനെ കൊല്ലാതെ വളർത്താൻ തോന്നാത്തത്? ഞാൻ ഈ പറഞ്ഞ അവർ നല്ല ഡീസൻ്റ് ആയിട്ട് പൊന്നുപോലെ തന്നെ നോക്കും കേട്ടോ. അവർ ഭയങ്കര കാര്യമായിട്ടാണ് അതിനെ ഹോസ്പിറ്റലൈസ് ചെയ്തതും വളർത്താൻ വേണ്ടി തന്നെയാണ്. വേറെ യാതൊരുവിധ ദുരുദ്ദേശവും അവർക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഫ്ലാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു കൊന്ന ആ കുട്ടിയെ പറ്റിയിട്ട് നമ്മുടെ ഹനാൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടല്ലോ, മറ്റേ ബിഗ് ബോസിൽ വന്നിട്ട് പെട്ടെന്ന് പോകേണ്ടി വന്ന കഴിഞ്ഞ വർഷം ആ മീൻ കച്ചവടമൊക്കെ നടത്തിയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അതങ്ങനെ വലിച്ചെറിഞ്ഞ് കൊല്ലേണ്ടി വന്നത്, ഈ സമൂഹം തന്നെയാണ് അതിന് ഉത്തരവാദി എന്താന്ന് വെച്ചാൽ അവർ പറയുന്ന 3 കാരണങ്ങളാണ്. ഫസ്റ്റ്, അമ്മത്തൊട്ടിൽ പ്രവർത്തനരഹിതമാണ് അത്രേ. അവർക്ക് അമ്മത്തൊട്ടിലിൽ കൊണ്ട് ഉപേക്ഷിക്കാം എന്ന് വെച്ചാൽ അത് പ്രവർത്തനരഹിതമാണ്, അതുകൊണ്ട് അവർക്കത് പറ്റിയില്ല. പിന്നെന്താണ്, അബോർട്ട് ചെയ്യാൻ പറ്റിയില്ല, എന്തൊക്കെയോ റീസൺസ് ഉണ്ടാവാം, അതുകൊണ്ട് പറയാൻ പറ്റാത്തത് കൊണ്ടോ വീട്ടിലാളുകളെ അറിയിക്കാത്തത് കൊണ്ടോ അബോർട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്താണ് ഒരു വിഷയം പറയാം, സമൂഹത്തിലോ ഈ കുഞ്ഞിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുമോ, അപ്പോൾ അച്ഛനില്ലാത്ത കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കില്ലേ എന്നുള്ളതാണ് 3ാമത്തെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ സമൂഹമാണ് അത്ര ചെയ്യിച്ചത്. എന്തു വന്നാലും സമൂഹത്തിനെ പഴിച്ചായിരുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പം ഇങ്ങനെ സംഭവിക്കാനും കാരണം സമൂഹമാണോ? അപ്പോൾ എല്ലാത്തിനും ധൈര്യമുണ്ട്. ഇപ്പോൾ ആളുകളുടെ കൂടെ വേറെ ബോയ്സിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനും പല സ്ഥലങ്ങളിൽ പോകാനും അതും ഇതും എൻ്റെ ഇഷ്ടം, എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കാനും അറിവുള്ള കാര്യപ്രാപ്തിയുള്ള ആ ലേഡിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ, ഒരു കുഞ്ഞുണ്ടായ ഇതെൻ്റെ കുഞ്ഞാണ് എന്ന് കൈപിടിച്ച് വളർത്താനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ എല്ലാത്തിനും തൻ്റെ ഇടം കാണിക്കുന്നവർ അതിനും തൻ്റെ ഇടം കാണിക്കട്ടെ. ഒരു കുഞ്ഞിനെ, ഒരു കുരുന്ന് ജീവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞ ഉടനെ അതിനെ കഴുത്ത് ഞെരിച്ച് കൊന്നെറിഞ്ഞിട്ട് അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അത്ര ക്രൂരമായ ഒരു മനസ്സിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അപ്പോഴും എടുത്തിടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റേജ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ പലതും ചെയ്യും. ഇപ്പം അങ്ങനെ ഡിപ്രഷൻ ഉണ്ടാവാം, അത് നമുക്കറിയാം. പക്ഷെ എന്ത് തന്നെ സംഭവിച്ചാലും ഇപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ തലയിലേക്ക് എടുത്തു വെക്കുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണുന്നത്. എന്തായാലും വളരെ ഭയങ്കരമായിട്ടുള്ള ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു എനിക്ക് ഈ ചെറിയ കുട്ടിയുടെ കാര്യം. പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട ഒരു കുരുന്ന് പ്രായത്തിൽ അതിന് കാരണക്കാരൻ എന്ന് പറയുന്ന ആ ബോയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ വീട്ടുകാരത് അംഗീകരിക്കാൻ തയ്യാറല്ല അത്രേ. DNA ടെസ്റ്റ് നടത്തണം, അവരുടേതാണോന്ന് അവർക്ക് സംശയമുണ്ട് എന്നൊക്കെയാണ് അത്രേ പറയുന്നത്. ഇതൊരു കഷ്ടമായ പരിതാപകരമായ അവസ്ഥയാണല്ലേ. ഇപ്പോൾ നമുക്കൊക്കെ കുട്ടികളുണ്ട്, എല്ലാവർക്കും കുട്ടികളുണ്ട്. ഇങ്ങനെ വേറൊരാൾക്ക് വന്നു കഴിയുമ്പോഴും നമുക്ക് അത്രയും അറിയുന്ന ആളുകൾക്ക് വന്നു കഴിയുമ്പോൾ ആണ് നമ്മൾ എങ്ങനെ ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ ജാഗരൂകരായിട്ടിരിക്കാം, നമ്മുടെ കുട്ടികളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഒരു പരിധിവരെ പേരൻസിനോട് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്താൽ എന്തു വന്നാലും നമ്മൾ വഴക്ക് പറയാതെ അവരോടൊരു ഫ്രണ്ട്സിനെ പോലെ ബിഹേവ് ചെയ്താൽ ഒരു പക്ഷേ അവരെല്ലാം തുറന്നു പറയുമായിരിക്കും. അപ്പോൾ ഒരു പരിധിവരെ ഇതിനെ തടയാൻ, ഇവർക്ക് ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള അപകടങ്ങളെ തടയാനായിട്ട് പറ്റുമായിരിക്കാം. അങ്ങനെ ഒരു കോൺവെർസേഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇല്ലാതെ വരുന്നതാണ് ഒരു കുഴപ്പം എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആർക്കും പരസ്പരം സംസാരിക്കാനായിട്ട് സമയമില്ല. കുട്ടികൾ പ്രത്യേകിച്ചും അതിന് വില്ലിങ് ആവില്ല. അവർക്ക് ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയാസ്, അതാണ്. ഭക്ഷണം കഴിക്കുമ്പം വരെ കുട്ടികൾ എന്താ ചെയ്യുക, ഫോൺ എടുത്ത് വെച്ചിട്ട് ഓരോ വീഡിയോസ് കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്ന ഓരോ പ്രവണതയാണ് കാണുന്നത്. മറ്റേ വീട്ടിൽ അമ്മയായിട്ടോ അച്ഛനുമായിട്ടോ ഒന്നും സംസാരിക്കാൻ അവർക്ക് സമയമേ ഇല്ല. എന്തിനാ കുട്ടികളെ പറയണ, അച്ഛനമ്മമാർക്ക് പോലും അതിന് സമയം കണ്ടെത്താറില്ല. അവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുക, അവർക്ക് വീട്ടിലുള്ളവരുമായിട്ട് യാതൊരു ബന്ധമില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകളും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരെ അല്ല അത് ബാധിക്കുക, വീട്ടിലുള്ളവരെയാണ് ബാധിക്കുക. കൂടുതലും നമുക്ക് കുറേയൊക്കെ പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ശ്രമിക്കുക എന്നുള്ളതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ. അപ്പോൾ ഈ ഒരു വിഷയം കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വളർന്നു വരുന്ന ഓരോ പെൺകുട്ടി നമ്മുടെ വീട്ടിൽ, പിന്നെ ഈ കുട്ടിയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അത് വീട്ടിലിരിക്കണ സ്വഭാവമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്.
എപ്പോഴും പുറത്തൂടെ അയൽവക്കം വഴിയായിട്ടും ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ ഒരു ഗ്രാൻഡ്മയുണ്ട് വീട്ടിൽ, അത് പറയും പുറത്ത് വിടരുത്, പുറത്ത് പോകരുത്. ഇത്രയും പ്രായമായ 14 വയസ്സായ കുട്ടിയല്ലേ, വീട്ടിലിരിക്കാൻ പറയുമ്പോൾ അതിൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ് എന്നാണ് അതിൻ്റെ അമ്മയൊക്കെ പറയാത്രേ. അപ്പോൾ അങ്ങനെ ഓപ്പണായിട്ട് അങ്ങ് വിട്ട് അങ്ങനെ അപ്പോഴും ചോദിക്കും, പെൺകുട്ടികൾ എന്താ അടച്ചുപൂട്ടി വീട്ടിലിരിക്കണം? ഒന്നും സംസാരിക്കാൻ വയ്യ ഇന്നത്തെ കാലത്ത്. പെൺകുട്ടികൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കണം, വേണ്ട, തുറന്ന് നടന്നോട്ടെ. പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത്. ആ പേരൻസിനെ കണ്ണീര് കുടിപ്പിക്കരുത്, ആ വീട്ടുകാരെ അത്രത്തോളം അധപതനത്തിലേക്ക് എത്തിക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എല്ലാം തിരിച്ചറിയുന്ന ഈ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതിനെ പറ്റിയിട്ടുള്ള നോളജും ഉണ്ടാകണം, ഒരു ആഘാതം ഉണ്ടാകാതെ. ഇപ്പൊ ആൺകുട്ടിക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല, അതിന്റെ ലൈഫിനെ അത്രത്തോളം ബാധിക്കില്ല. ഈ 14 വയസ്സിൽ ഈ ഗർഭം ഇങ്ങനെ ക്യാരി ചെയ്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിന്റെ ബോഡി ശാരീരികപരമായിട്ട് എത്ര മാറ്റങ്ങൾ ഉണ്ടാവും, എന്തൊക്കെ സഹിക്കണം ഈ ചെറിയ പ്രായത്തിലൊക്കെ. ഇതൊക്കെ ഫൈനലി ഒരു പ്രശ്നമുണ്ടാകുന്ന പെൺകുട്ടിക്കും അവരുടെ വീട്ടുകാർക്കും തന്നെയാണ് ഏറ്റവും അധികം. ആൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതല്ല, പക്ഷെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാകുന്നത് ഇവിടെയാണ്. നമ്മുടെയൊക്കെ മക്കളെയും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സ്കൂൾ തുറന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുന്ന സമയവും അവരൊരു 5 മിനിറ്റ് താമസിച്ചാൽ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം. അവർ എവിടെയാണ് പോകുന്നത്, അവരുടെ ഓരോ ചലനങ്ങളും പേരൻസായി നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാര്യം ഇന്നത്തെ ലോകം ഇപ്പം അങ്ങനെയാണ്. കുട്ടികളുടെ ശ്രദ്ധയൊക്കെ, കുട്ടികളുടെ സ്വഭാവ രീതികളും ഒക്കെ അഡ്വാൻസ്ഡ് ആണ്, എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.